ലോകത്തിൽ നിനക്ക് ഞെരുക്കം ഉണ്ടാകും. അച്ഛാ, ഞാനിന്നിപ്പോൾ അച്ഛനോട് സംസാരിക്കുമ്പോൾ എൻ്റെ നെഞ്ച് കടന്ന് പിടയ്ക്കുക. ഇന്നലെ രാത്രി മുതൽ ചിത്രം മാറി അച്ഛാ. പുറത്ത് പറയാൻ പറ്റാത്ത വണ്ണം, ഒരു മനുഷ്യനോട് പറയാൻ പറ്റാത്ത വണ്ണം വിട്ടുപോയി. സങ്കടമാണ്. ഈ സങ്കടപ്പെടുന്നവരോട്, ത്യാഗം അനുഭവിക്കുന്നവരോടാണ് വചനം പറയുന്നത്. നിങ്ങൾ ആരാണ്, എവിടെ നിന്ന് വരുന്നുവെന്നൊരു ചോദ്യം ചോദിച്ചാൽ വിശുദ്ധ ഗ്രന്ഥം ഉത്തരം നൽകുന്നുണ്ട്. എന്താ ഉത്തരം? 14-ാം തിരുവചനം വായിച്ചേ. ഈ സിസ്റ്ററിന്റെ ശരീരത്തിൽ കഴിഞ്ഞ ദിവസം ട്രീറ്റ്മെന്റിന് സർജറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സിസ്റ്റർ വിശ്വസിച്ചെന്തെന്നറിയോ? എൻ്റെ ശരീരത്തിൽ ഈ സർജറി നടക്കുമ്പോൾ, ഈ വേദന ഞാൻ ഏറ്റുവാങ്ങുമ്പോൾ, ഈ ഞെരുക്കം എൻ്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുമ്പോൾ, അങ്ങ് ദൂരെ എൻ്റെ വീട്ടിൽ നടത്തപ്പെടുന്ന അനേക മേഖലകളിൽ ഒരു അനുഗ്രഹമാണ്. പുറത്തു പറയാൻ പറ്റാത്ത വണ്ണം ഞെരുക്കമുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ഞെരുക്കമുണ്ടെങ്കിലും ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല, ഞങ്ങൾ അങ്ങ് തകർന്നു പോകുന്നില്ലെന്ന്. ചിലർക്ക് ഒരു കാര്യം പരിശുദ്ധാത്മ വെളിപ്പെടുത്തി നൽകുക. അതായത് ഈ ഞെരുക്കം എന്ന് പറയുമ്പോൾ ചിലർക്ക് ഒരു വശത്തു നിന്നാണ്, എന്നാൽ എല്ലാ ഭാഗത്തു നിന്നും ഞെരുക്കം. വചനം ഒന്ന് വായിച്ചേ. ലൂക്ക 19:43 വായിച്ചോ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. പഠിച്ചോണം. അതിശക്തമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ദൈവവചനം നമ്മൾ പഠിക്കാൻ പോവാണ്. സെന്റ് ജോൺസ് ഗോസ്പൽ, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം തിരുവചനം. ഇവിടെ ഇരിക്കുന്ന അനേകരോട് കർത്താവ് വ്യക്തിപരമായി സംസാരിക്കുന്ന ഒരു വചനമാണ്. അതുകൊണ്ട് ഈ വചനം ശ്രദ്ധിച്ചു പഠിച്ചോണം. വെറുതെ കേട്ടുപോയാൽ പോരാ, മറിച്ച് ഈ വചനം പറയുമ്പോൾ കർത്താവ് ഇത് എന്നോടാണല്ലോ, എൻ്റെ ജീവിതത്തോടാണല്ലോ എന്ന് ഏറ്റെടുത്തുകൊള്ളണം. സെന്റ് ജോൺസ് ഗോസ്പൽ, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം തിരുവചനം. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും. ഇങ്ങോട്ട് നോക്കിക്കേ, ഈശോ പറയാണ് ലോകത്തിൽ നിനക്ക് ഞെരുക്കം ഉണ്ടാകും. എന്നിട്ട് ഈശോ പറയുന്നൊരു കാര്യം കൂടെയുണ്ട്, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, കാരണം ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. നമുക്ക് ഈ വചനം ഒന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാമല്ലോ. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ആമേൻ, ആമേൻ. അപ്പോൾ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എന്നോടും കേൾക്കുന്ന ഓരോരുത്തരോടും ഈശോ ഒരു കാര്യം പറയുകയാണ്. എന്താ പറയണമെന്നറിയോ? നിനക്ക് ഈ ഭൂമിയിൽ ഞെരുക്കങ്ങൾ ഉണ്ടാവും. ഞാനിത് പറയുമ്പോൾ അനേകം ആഘോഷങ്ങളുടെ നടുവിലാണ് നമ്മൾ ഈ വചനം വായിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്മസ് ആഘോഷം, ന്യൂ ഇയർ ആഘോഷം, അങ്ങനെ പല വിധത്തിലുള്ള ആഘോഷങ്ങൾ, കല്യാണങ്ങൾ, നോമ്പ് കഴിഞ്ഞ് കല്യാണങ്ങൾ, പള്ളിപ്പെരുന്നാളുകൾ, ഇഷ്ടം പോലെ ആഘോഷങ്ങളാണ് ഈ നാളുകളിൽ. ഈ ആഘോഷങ്ങളുടെ നടുവിൽ ഈ വചനം നിന്റെ ചങ്കിനുള്ളിൽ നിനക്കുണ്ടായിരിക്കണം. കാരണം ഈ ആഘോഷങ്ങളുടെയൊക്കെ നടുവിൽ ഇങ്ങനെയൊന്നും ആഘോഷിക്കാൻ പറ്റാതെ ഒത്തിരി പേര് ഒത്തിരി വേദനിച്ച് ഒത്തിരി ഞെരുക്കത്തിൽ ജീവിക്കുന്നുണ്ട്. ആ ഞെരുക്കം വിശുദ്ധ ഗ്രന്ഥം പറയുകയാണ്, അത് നിന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ ദൈവിക ഇടപെടലിന് വേണ്ടി നീ സ്വീകരിച്ചു കൊള്ളണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വീട്ടമ്മ ഇന്ന് രാവിലെ ഫോൺ വിളിച്ച് കരയുകയാണ്. അച്ഛാ, 25 ദിവസങ്ങൾ എൻ്റെ ഭർത്താവ് മദ്യപിച്ചില്ല. അച്ഛാ, വലിയ സന്തോഷമായിരുന്നു, സ്വർഗമായിരുന്നു അച്ഛാ, സ്വർഗം. എൻ്റെ വീട്ടിലെ സ്വർഗമായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളും 3 മക്കളും 25 ദിവസവും പള്ളിയിൽ പോയി.
അച്ഛാ സ്വർഗമായിരുന്നു അച്ഛാ, സ്വർഗം. പള്ളിയിലെ വികാരിയച്ഛൻ 25 ദിവസവും പള്ളി വന്നവർക്ക് സമ്മാനം. എൻ്റെ മക്കൾക്കാച്ചാ, എൻ്റെ മക്കൾക്ക്. അച്ഛാ, ഞാനിന്നിപ്പോൾ അച്ഛനോട് സംസാരിക്കുമ്പോൾ എൻ്റെ നെഞ്ച് കടന്ന് പിടയ്ക്കുക. ഇന്നലെ രാത്രി മുതൽ ചിത്രം മാറി അച്ഛാ. 25 നോമ്പെടുത്ത് മദ്യപാനം 25 ദിവസത്തേക്ക് മാറ്റിവെച്ച എൻ്റെ ഭർത്താവ് ഇന്നലെ രാത്രി മുതൽ അച്ഛാ മദ്യപിച്ച് ലക്ക് കെട്ട് പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എൻ്റെ മക്കൾക്ക് സമ്മാനം കിട്ടിയ അതേ പള്ളിയിൽ ചെന്ന് എൻ്റെ ഭർത്താവ് ബഹളമുണ്ടാക്കുന്നു. ആഘോഷങ്ങളുടെ നടുവിൽ അത്രമേൽ അപമാനം വരുത്തി വയ്ക്കുന്നു. എൻ്റെ 3 മക്കൾ പറയുന്നു, അമ്മേ ഞങ്ങൾ പള്ളിയിൽ പോകത്തില്ല, അപ്പനുണ്ടെങ്കിൽ ഞങ്ങൾ പള്ളിയിൽ പോകത്തില്ല. നാട്ടിലുള്ള കുട്ടികളൊക്കെ കളിയാക്കി പറയുന്നു, ദേ മദ്യപാനിയുടെ മകൻ, കുടിയൻ്റെ മക്കള്. അച്ഛാ സ്വർഗമായിരുന്ന തച്ചാ സ്വർഗം ഇപ്പോഴുണ്ടല്ലോ വലിയ ഞെരുക്കത്തിൻ്റെ നടുവിലാ. എല്ലാവരും ആഘോഷിക്കുന്നു, പള്ളിപ്പെരുന്നാൾ, ന്യൂ ഇയർ, ക്രിസ്മസ്. അച്ഛാ ഇതൊന്നും ആഘോഷിക്കാൻ പറ്റുന്നില്ലെന്ന് വലിയ ഞെരുക്കം. ഞാനിത് പറയുമ്പോൾ ഒറ്റപ്പെട്ടൊരു സംഭവത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനല്ല, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകർ കടന്നു പോകുന്ന അവസ്ഥ അത്ര വലിയ ഞെരുക്കത്തിൻ്റെ നടുവിലാണ്, അത്ര വലിയ ഭാരത്തിൻ്റെ നടുവിലാണ്. വിചാരിക്കാത്ത തരത്തിൽ രോഗങ്ങൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, ബന്ധത്തകർച്ച, വിചാരിക്കാത്ത തരത്തിൽ പലതും സംഭവിക്കുമ്പോൾ വലിയ ഞെരുക്കത്തിൻ്റെ നടുവിൽ കഴിയുന്ന ഓരോ വ്യക്തിയും ഒരു കാര്യം തിരിച്ചറിയണം. എന്താണെന്നറിയാവോ? നിന്റെ ഞെരുക്കത്തെക്കുറിച്ച് കർത്താവ് നേരത്തെ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ വചനം പഠിപ്പിച്ചത്, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും. ആമേൻ പറ, ആമേൻ ആമേൻ. പക്ഷെ വചനം പറയുന്നത് എങ്കിലും ധൈര്യമായിട്ടിരിക്കണം. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ്, ഞെരുക്കമുണ്ടാവും പക്ഷെ ധൈര്യമായിട്ടിരിക്കണം. പറഞ്ഞു കൊടുത്തേ. ഞെരുക്കം ഉണ്ടാവുന്നു, ഞെരുക്കമുണ്ടാകും. ചില ഞെരുക്കങ്ങളെ ഇങ്ങോട്ട് നോക്കിക്കേ, ചിലർക്ക് പുറത്ത് പറയാൻ പറ്റുന്നില്ലെന്ന്. പുറത്ത് പറയാൻ പറ്റാത്ത വണ്ണം, ഒരു മനുഷ്യനോട് പറയാൻ പറ്റാത്ത വണ്ണം പെട്ടുപോയി. സങ്കടമാണ്. നാട്ടുകാരിങ്ങനെ പടക്കം പൊട്ടിക്കുന്നു, ആഘോഷിക്കുന്നു. അച്ഛാ ഇതിൻ്റെ ഇടയിൽ ഒരു മനുഷ്യനോട് പറയാൻ പോലും പറ്റാത്ത വണ്ണം അത്രമേൽ നെഞ്ച് കടന്ന് പിടയുന്നു, അത്രമേൽ ഭാരപ്പെടുന്നു. ഇതിൻ്റെ ഇടയിൽ എന്താഘോഷം? ഈ ഞെരുക്കം താങ്ങാൻ പറ്റുന്നില്ലെന്ന്, ഞെരുക്കം താങ്ങാൻ പറ്റുന്നില്ല, വല്ലാത്ത ഭാരം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും നിങ്ങൾ കടന്നു പോകുന്ന ഞെരുക്കം എന്താണോ, ആ ഞെരുക്കത്തിൻ്റെ നടുവിൽ ഈ വചനം പഠിപ്പിക്കുന്ന കാര്യം, കർത്താവിന് ഈ ഞെരുക്കത്തിൽ ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. ആമേൻ ആമേൻ. ഇതറിയണമെങ്കിൽ വെളിപാടിൻ്റെ പുസ്തകം ഒന്ന് തുറന്നേ. ബുക്ക് ഓഫ് റെവലേഷൻ, വെളിപാടിൻ്റെ പുസ്തകം 7-ാം അധ്യായം. അതിസുന്ദരമായിട്ടുള്ളൊരു ആത്മീയ രഹസ്യം പഠിക്കണം. ഇല്ലെങ്കിലുണ്ടല്ലോ നമ്മൾ വല്ലാണ്ട് ഭാരപ്പെട്ടു പോകും. ഇത് പഠിച്ചോ. വെളിപാടിൻ്റെ പുസ്തകം 7-ാം അധ്യായം, അതിൻ്റെ 14-ാം തിരുവചനം. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 7 വേഴ്സ് 14. 7-ാം അധ്യായം 14-ാം തിരുവചനം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ മേഖല യോഹന്നാൻ ശ്ലീഹ വെളിപാട് പുസ്തകത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ വചനം ഒന്ന് ആദ്യം കേൾക്കാം. 14-ാം തിരുവചനം. ഞാൻ മറുപടി പറഞ്ഞു, പ്രഭോ അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്നും വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചു. ഇവരാണ് വലിയ ഞെരുക്കത്തിൽ വന്നിരിക്കുന്നവർ. എന്നിട്ട് അവരെ കുറിച്ചൊരു വിശേഷണം കൂടെ പറയുന്നു, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. ആമേൻ ആമേൻ. അതായത് കുറച്ച് ആളുകളെ കാണിച്ചിട്ട് ചോദിക്കുകയാണ്, ഇവരാരാ? 13-ാം വചനം വായിച്ചേ. ആ ചോദ്യം അതാണ്, ഇവരാരാണ്, എവിടെ നിന്ന് വന്നിരിക്കുന്നു? 13-ാം വചനം വായിച്ചോ. ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് ചോദിച്ചു, വെള്ളയങ്കണിഞ്ഞ ഇവർ ആരാണ്? ഇവരെവിടെ നിന്ന് വരുന്നു? ഇങ്ങോട്ട് നോക്കിക്കേ, ഇവർ ആരാണ്? ഇവർ എവിടെ നിന്ന് വരുന്നു? ഇത് ആരെക്കുറിച്ചാണെന്നറിയോ? ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന, വിഷമങ്ങളിലൂടെയും കണ്ണുനീരിലൂടെയും ഒരു മനുഷ്യനോട് പോലും പറയാൻ പറ്റാത്ത വണ്ണം അത്രമേൽ വലിയ സങ്കടത്തിലും കഴിയുന്നവര്. ഈ സങ്കടപ്പെടുന്നവരോട്
ത്യാഗം അനുഭവിക്കുന്നവരോടാണ് വചനം പറയുന്നത്. നിങ്ങൾ ആരാണ്, എവിടെ നിന്ന് വരുന്നുവെന്നൊരു ചോദ്യം ചോദിച്ചാൽ വിശുദ്ധ ഗ്രന്ഥം ഉത്തരം നൽകുന്നുണ്ട്. എന്താ ഉത്തരം? 14-ാം തിരുവചനം വായിച്ചേ. ഞാൻ മറുപടി പറഞ്ഞു, പ്രഭോ അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിന്റെ ഞെരുക്കം അത് വിശുദ്ധി, നിന്റെ ഞെരുക്കം സമാധാനം, നിന്റെ ഞെരുക്കം നിനക്കൊരു സ്ഥാനം നൽകുകയാണ്, സ്വർഗത്തോളം ഉയർത്തുന്ന ഒരു സ്ഥാനം. ആമേൻ. എന്ത് മനസ്സിലായി എൻ്റെ പ്രിയപ്പെട്ടവരെ? നീ ഇന്ന് ഈ ഭൂമിയിൽ ഏതെങ്കിലും വിഷയത്തിൽ ഞെരുങ്ങുന്നുണ്ടെങ്കിൽ, ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, നീ ഓർത്തുകൊള്ളണം, നിനക്ക് ദൈവം ഒരു സ്ഥാനം നൽകി ഉയർത്തിയിരിക്കുക. സ്വർഗത്തോളം വിശുദ്ധി നൽകി ദൈവം നിന്നെ ഉയർത്തുകയാ. അതായത് കുഞ്ഞാടിന്റെ രക്തത്തിൽ അതങ്ങനെയാ പഠിപ്പിക്കുന്നത്. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വെളുപ്പിച്ചവരാണ്. തങ്ങളുടെ ജീവിതത്തിൽ ഈ സഹനത്തെ അവർ ഒരു വിശുദ്ധിയായിട്ട് കണക്കാക്കിയതാണ്. ഞെരുക്കത്തിന് വേണ്ടിയല്ല, മറിച്ച് നിന്റെ ഞെരുക്കം അത് ഉന്നതമായ ഒരു സ്ഥാനത്തേക്കുള്ള ഉയർച്ചയാണ്. ആമേൻ, ആമേൻ. ഇങ്ങോട്ട് നോക്കിക്കേ. മറ്റൊരു വാക്കിൽ പറഞ്ഞാലേ, നമ്മുടെയൊക്കെ ചില ഞെരുക്കങ്ങൾ കൊണ്ടാണ് നമ്മുടെ വീടുകൾ നിലനിൽക്കുന്നത്. അതേന്ന് നമ്മളൊക്കെ പ്രത്യേകിച്ച് വേദനിക്കുന്നവർ ശ്രദ്ധിച്ചോണം. ഈ ഞെരുക്കം അനുഭവിക്കുന്നത് കൊണ്ടാണ് നിന്റെ വീട് ഈ പച്ച പിടിച്ച് നിൽക്കുന്നത്. ആരെങ്കിലുമൊക്കെ ചീഞ്ഞഴിഞ്ഞിട്ടാണ് ചിലതൊക്കെ വളർന്നു നിൽക്കുന്നത്. നിന്റെ വീട്ടിൽ നീ ഓർത്തുകൊള്ളണം, കരയാനും പ്രാർത്ഥിക്കാനും ആരൊക്കെ ഉള്ളത് കൊണ്ടാണ് ആ കുടുംബം ഇങ്ങനെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ അങ്ങനെ നിൽക്കത്തില്ലെന്ന്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്ക്. ആരൊക്കെയോ നിനക്ക് വേണ്ടി കരഞ്ഞതും പ്രാർത്ഥിച്ചതും തമ്പുരാന്റെ മുമ്പിൽ നിലവിളിച്ചത് കൊണ്ടല്ലേ നിന്റെ വീട് നിലനിൽക്കുന്നത്. അങ്ങനെ ഈ ഞെരുങ്ങുന്നവർ ഓർത്തുകൊള്ളണം, ഈ ഞെരുക്കം വെറുതെ പോകത്തില്ല. ഇതൊരു സ്വർഗത്തോളം ഉയർത്തുന്ന ഒരു സ്ഥാനം നൽകുകയാണ്. നിന്റെ ഞെരുക്കത്തിനൊരു ഐഡന്റിറ്റി ഉണ്ടെന്ന് കൃത്യമായി വചനം നിന്നെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ആത്മീയ രഹസ്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് പൗലോസ്ലീഹ, ഒന്ന് വായിച്ചേ, വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തുസർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 12-ാം അധ്യായം 10-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു കൊറിന്ത്യൻസ്, സെക്കൻഡ് ലെറ്റർ, ചാപ്റ്റർ 12 വേഴ്സ് 10, 12-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനം. 10-ാം തിരുവചനത്തിൽ പൗലോസ്ലീഹ ഒരു കാര്യം പറയുകയാണ്. എന്താ പറയണെന്ന് വായിച്ചേ. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. കണ്ടോ, ഈ ഞെരുക്കം ഉണ്ടാകുന്നുണ്ടല്ലോ, ഈ ഞെരുക്കം ഉണ്ടാകുന്നത് എനിക്ക് സന്തുഷ്ടമാണ്, സന്തോഷമാണ്. കാരണമെന്ന് പറഞ്ഞാൽ ഈ ഞെരുക്കം ഇത് അനുഗ്രഹീതമായ ഒരു സഹനമാണ്. ആമേൻ, ആമേൻ, ആമേൻ. ഈ കഴിഞ്ഞ ദിവസം ഒരു റെവറൻഡ് സിസ്റ്റർ, ആ സിസ്റ്ററിന് ക്യാൻസർ രോഗം, വളരെ ആക്റ്റീവായിട്ട് ഒരു സ്കൂളിലെ ശുശ്രൂഷയൊക്കെ നടക്കുന്ന ഒരു മിടുക്ക് സിസ്റ്റർ. ഈ സിസ്റ്ററിന് ക്യാൻസർ രോഗം. ഇതറിഞ്ഞതോടുകൂടി ഈ സിസ്റ്റർ ആദ്യത്തെ സ്റ്റേജ് അല്പം പരിഭ്രാന്തിയായി, അല്പം വിഷമം ഉള്ളിൻ്റെ ഉള്ളിലോട്ട് കയറി. പല കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് ആക്റ്റീവായിട്ട് നടക്കുകയാണ്. ഈ വിവരമറിഞ്ഞ് കൂടെയുള്ള സിസ്റ്റേഴ്സിൻ്റെയൊക്കെ അവരുടെ കൂട്ടായ്മയിലും വലിയ ഞെടുക്കം. ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്ററിന്, ഞാൻ ഈ സഹോദരിയോട് ഫോൺ വിളിച്ച് സംസാരിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ വലിയൊരു ഭാരം. എന്താ പറയണ്ടേ? കാരണം ഈ രോഗം വന്നപ്പോൾ വലിയ ഭാരമാണ്. എന്താ പറയേണ്ടെന്നൊരു പിടുത്തമില്ല. അപ്പോൾ ഈ സിസ്റ്റർ എന്നോട് പറഞ്ഞെന്നറിയോ? അച്ഛൻ അറിയോ, ഈശോ കുരിശിൽ മരിച്ചത് ഈശോയ്ക്ക് വേണ്ടി അല്ലല്ലോ. കരിപ്പിടി കിട്ടിയോ? ഈശോ കുരിശിൽ മരിച്ചത് ഈശോയ്ക്ക് വേണ്ടിയിട്ടല്ലല്ലോ, മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടിയല്ലേ. ഈ സിസ്റ്ററിന് അറിയാവുന്നത് കൊണ്ട് ഈ സിസ്റ്ററിനോട് സംസാരിച്ചു വന്നപ്പോഴാണ് എനിക്ക് ഈ സിസ്റ്റർ പറഞ്ഞു വന്നത് മനസ്സിലായത്. ഈ സിസ്റ്ററിൻ്റെ കുടുംബത്തിൽ അനേക തരത്തിലുള്ള പ്രശ്നങ്ങൾ
നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ്. ഈ സിസ്റ്ററിനോട് പറഞ്ഞത്, അച്ഛാ, എൻ്റെ ഈ സഹനം എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ കാഴ്ചവെച്ചിരിക്കുകയാണ്. എൻ്റെ കുടുംബത്തിന് വേണ്ടി കാഴ്ചവെച്ചിരിക്കുകയാണ്. ഈ സിസ്റ്ററിൻ്റെ ശരീരത്തിൽ കഴിഞ്ഞ ദിവസം ട്രീറ്റ്മെൻറ്റിന് സർജറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സിസ്റ്റർ വിശ്വസിച്ചെന്തെന്നറിയോ? എൻ്റെ ശരീരത്തിൽ ഈ സർജറി നടക്കുമ്പോൾ, ഈ വേദന ഞാൻ ഏറ്റുവാങ്ങുമ്പോൾ, ഈ ഞെരുക്കം എൻ്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുമ്പോൾ, അങ്ങ് ദൂരെ എൻ്റെ വീട്ടിൽ നടത്തപ്പെടുന്ന അനേക മേഖലകളിൽ ഒരു അനുഗ്രഹമാണ്. എൻ്റെ വീട്ടിൽ കർത്താവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു. കാരണം ഈശോയുടെ സഹനത്തോട് ഞാനും പങ്കുചേരുന്നു. ഈശോ അനുഭവിച്ച സഹനം ഈശോയ്ക്ക് വേണ്ടിയല്ലല്ലോ, മറ്റുള്ളവർക്ക് വേണ്ടിയല്ലേന്ന്. ഇങ്ങനെ ചിന്തിച്ച് പഠിച്ചാലുണ്ടല്ലോ നമ്മുടെ ഞെരുക്കം അനുഗ്രഹപ്രദമാവും. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ചോദ്യം ചെയ്ത് വിഷമിച്ച് എന്തുകൊണ്ട് ഞാൻ, അങ്ങനെയാണല്ലോ നമ്മൾ. എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിച്ചു കൊണ്ടിരുന്നാൽ ഉത്തരം കിട്ടില്ല. നീ അനുഭവിക്കുന്ന ഈ ഞെരുക്കത്തിന് ഒരർത്ഥമുണ്ടെന്ന്. നിന്റെ ഈ ഞെരുക്കം വഴി അനേകർ രക്ഷ പ്രാപിക്കപ്പെടണം. വിശ്വസിക്കുന്നവർ ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ കൃത്യമായിട്ട് ഒരു കാര്യം കൂടെ പഠിപ്പിക്കും. 6-ാം അധ്യായം സെന്റ് പോൾസ് ലെറ്റർ ടു കൊറിന്ത്യൻസ്, സെക്കൻഡ് ലെറ്റർ, ചാപ്റ്റർ 6, 2-ാം ലേഖനം, 6-ാം അധ്യായം, അതിൻ്റെ 4-ാം തിരുവചനം വായിച്ചേ. 4-ാം തിരുവചനം. പൗലോസ്ലീഹ പറയാണ്, ഈ വചനം വായിച്ചോണം. എനിക്ക് അഭിമാനമുണ്ടെന്നാ പറയണം. എന്തിലാ അഭിമാനം? നമ്മളൊക്കെ അഭിമാനം ഉണ്ടല്ലോ. എന്തിലാ നമ്മൾ അഭിമാനിക്കുന്നത്? ഇങ്ങോട്ട് നോക്കിക്കേ, എന്തിലാ നമ്മൾ അഭിമാനിക്കുന്നത്? നമ്മൾ അഭിമാനിക്കുന്നത്, ഞാൻ വലിയ വീട് വെച്ചു, എനിക്ക് ഇത്രയും പണമുണ്ട്, എൻ്റെ മകൻ ഇങ്ങനെ കിട്ടി, എൻ്റെ മകൾക്ക് ഇങ്ങനെ ഉണ്ടായി, എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടായി. നേട്ടം. പൗലോസ്ലീഹ പറയുന്നത് ഒറ്റ കാര്യത്തിലേ ഞാൻ അഭിമാനിക്കുന്നുള്ളൂ. 4-ാം വചനം വായിച്ചേ. മറിച്ച് എല്ലാവിധത്തിലും ദൈവത്തിന്റെ ദാസന്മാരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു. വലിയ സഹനത്തിൽ, പീഡകളിൽ, ഞെരുക്കങ്ങളിൽ, അത്യാഹിതങ്ങളിൽ. കണ്ടോ അഭിമാനിക്കാൻ എന്താ ഉള്ളേ? പൗലോസ്ലീഹ പറയാണ്, ഒറ്റ കാര്യത്തിലേ ഞാൻ അഭിമാനിക്കുന്നുള്ളൂ. ഈ ഞെരുക്കത്തിൽ, ഞാൻ ഇന്ന് കടന്നു പോകുന്ന ഈ ഞെരുക്കത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. ഞാൻ ഇന്ന് കടന്നു പോകുന്ന ഈ വിഷമത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. കാരണം ഈ ഞെരുക്കം എനിക്ക് വേണ്ടിയല്ല, ഈ ഞെരുക്കത്തിലൂടെ അനേകർ രക്ഷപ്പെടുന്നുണ്ടെന്ന്. ഈ ഞെരുക്കത്തിലൂടെ അനേകർ രക്ഷപ്പെടുന്നുണ്ടെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളുകൾക്ക് മുമ്പ് ഒരു വീട് വെഞ്ചരിപ്പിന് പോയപ്പോൾ കുറച്ച് അച്ഛന്മാരൊക്കെ ഉണ്ട്. വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു കുടുംബമൊക്കെയാണ്. വെഞ്ചരിപ്പ് ശുശ്രൂഷയൊക്കെ നടന്ന് സന്തോഷം. ഇതിനിടയിൽ ഞാൻ കാണുന്നൊരു കുഞ്ഞു ചിത്രമുണ്ട്. എന്നാന്നറിയോ? കുടുംബനാഥ ഈ വെഞ്ചരിപ്പ് ശുശ്രൂഷയൊക്കെ നടക്കുമ്പോഴും സാരി തലപ്പ് കൊണ്ട് ഇടയ്ക്കിങ്ങനെ കണ്ണ് തുടയ്ക്കുന്നു. ഞാനപ്പോൾ ഈ ചേച്ചിനെ ഒന്നും കൂടെ ശ്രദ്ധിച്ചു. പിന്നീട് ഞാൻ കണ്ട കാഴ്ച, അടുക്കള സൈഡിൽ ഒരു മൂല പോയിട്ട് ആരും കാണാതെ ഈ സാരിപ്പ് തലപ്പ് കൊണ്ട് കണ്ണ് തുടയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പിന്നീട് സംസാരിച്ച് വന്നപ്പോഴാണ് ഈ ചേച്ചി പറഞ്ഞത്, അച്ഛാ ഈ വീട് കണ്ടില്ലേ, എത്ര സുന്ദരമായ വീട്. ഞാൻ പറഞ്ഞു, നല്ല കാര്യം, നല്ല വീട്. അച്ഛാ എൻ്റെ കണ്ണുനീരിൻ്റെ മുകളിലാച്ചാ ഈ വീട് നിൽക്കുന്നത്. അച്ഛാ എൻ്റെ കണ്ണുനീരിൻ്റെ മുകളിലാച്ചാ ഈ വീട് നിൽക്കുന്നത്. സംസാരിച്ചു വന്നപ്പോൾ എൻ്റെ ഗൗരവം എനിക്ക് മനസ്സിലായി. ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിന് തെറ്റായൊരു ബന്ധമുണ്ട്. ഭാര്യയ്ക്കറിയാം, മക്കൾക്കറിയാം, കുടുംബത്തിൽ വലിയ പ്രശ്നമാണ്. ഈ ഭാര്യ ഒരു തീരുമാനമെടുത്തു, എൻ്റെ ഭർത്താവിനെ ഞാൻ ഉപേക്ഷിക്കത്തില്ല. ഞങ്ങളുടെ കുടുംബത്തെ പറ്റിക്കുന്നു. ഇതറിയാമായിരുന്നിട്ടും ഈ ഭാര്യ എന്ത് ചെയ്തു? ഭർത്താവിനെ അങ്ങേയറ്റം അള്ളിപ്പിടിച്ചു. ഈ ഞെരുക്കത്തിൻ്റെ ഇടയിലാണ് വീട് പണി നടക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു തെറ്റായ ബന്ധം നിലനിൽക്കെ തന്നെയാണ് വീട് പണി നടക്കുന്നത്. ഈ സ്ത്രീ എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് വേണമെങ്കിൽ ഇട്ടിട്ട് പോകാമായിരുന്നു. അച്ഛാ എനിക്ക് ഇട്ടിട്ട് പോകാമായിരുന്നു. എൻ്റെ മക്കൾ എന്നോട് പറഞ്ഞു, എന്തിനാ അമ്മ ഇങ്ങനെ സഹിച്ചു നിൽക്കുന്നത്? വേറെ പണിയൊന്നുമില്ലേ, നമുക്ക് പോകാം അമ്മേ. അച്ഛാ ഞാൻ അങ്ങനെ പോയാൽ ഈ വീട് ആരുടെയാവും? ഞാൻ അങ്ങനെ പോയാൽ എൻ്റെ മക്കളുടെ അപ്പൻ്റെ അവസ്ഥ എന്താവും? ഞാൻ അങ്ങനെ പോയാൽ എൻ്റെ ഭർത്താവിൻ്റെ കാര്യം എന്താവും? ശരിയാ അച്ഛാ, എൻ്റെ ഭർത്താവിന് ചില തെറ്റുകൾ പറ്റുന്നുണ്ട്. അച്ഛാ ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ച്
എൻ്റെ ഭർത്താവിനെ ഞാൻ തിരിച്ചു പിടിക്കും. അച്ഛാ, ഇന്ന് കണ്ടില്ല എൻ്റെ ഭർത്താവിനെ സന്തോഷത്തോടെ നിൽക്കുന്നത്. വിദേശത്തുനിന്ന് വന്ന് ഒരു ധ്യാനമൊക്കെ കൂടി ചില കാര്യങ്ങൾ ഒരു തീരുമാനമെടുത്ത് എൻ്റെ ഭർത്താവ് ഒരു തിരിച്ചു വരവിൻ്റെ പാതയിലാച്ചാ. അച്ഛാ, എൻ്റെ കണ്ണുനീരിൻ്റെ നടുവിലാണ് ഈ വീട് നിലനിൽക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓർത്തോണം, നിന്റെ വീടിന് വേണ്ടി നീ ഞെരുങ്ങുന്നത് കൊണ്ടാണ്. പുറത്തു പറയാൻ പറ്റാതെ അത്രമേൽ ഭാരം ഉള്ളിൽ അനുഭവിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, നീ സഹിക്കുന്നത് വെറുതെയല്ല. നിന്റെ ഞെരുക്കം യേശുവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ചോണം. അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറും. വീണ്ടും കൃത്യമായി പൗലോസ്ലീഹ 2 കൊറിന്ത്യൻസ് ചാപ്റ്റർ 4 4-ാം അധ്യായം അതിൻ്റെ 8-ാം തിരുവചനം ഒന്ന് വായിച്ചേ. 2 കൊരിന്തോസ് 4-ാം അധ്യായം അതിൻ്റെ 8-ാം തിരുവചനം. 8-ാം തിരുവചനം. ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു. ഞെരുക്കം എല്ലാ വിധത്തിലും ഞങ്ങൾ ഞെരുക്കപ്പെടുന്നു. എങ്കിലും തകർക്കപ്പെടുന്നില്ല. എന്നിട്ട് വിഷമിപ്പിക്കപ്പെടുന്നു. എങ്കിലും ഭഗ്നാശരാകുന്നില്ല. ഞെരുക്കമുണ്ടെന്ന് പുറത്ത് പറയാൻ പറ്റാത്ത വണ്ണം ഞെരുക്കമുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ഞെരുക്കമുണ്ടെങ്കിലും ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല, ഞങ്ങൾ അങ്ങ് തകർന്നു പോകുന്നില്ലെന്ന്. ഈ ഞെരുക്കം ഇതൊരു അനുഗ്രഹമാക്കി ദൈവം മാറ്റുന്നു. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, ഈ ഞെരുക്കം ഇതൊരു അനുഗ്രഹമാണ്. പറഞ്ഞു കൊടുത്തു, ഇതൊരു അനുഗ്രഹമാണെന്ന്. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 4-ാം തിരുവചനം. പ്രഭാഷകൻ, ബുക്ക് ഓഫ് സിറാഖ്, പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 4-ാം തിരുവചനം. വളരെ പരിചിതമായ ഒരു തിരുവചനമാണ്. ഒന്ന് വായിച്ചേ. പ്രഭാഷകന്റെ പുസ്തകം 2:4 വായിച്ചോ. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. വരുന്ന ദുരിതങ്ങൾ, ഞെരുക്കങ്ങൾ, നീ അവയെ സ്വീകരിച്ചോണം. എന്നിട്ട് പറയുന്നത്, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവിടരുത്. ഞെരുക്കം ഉണ്ടാവും, നിന്റെ വീട്ടിലെ ഞെരുക്കങ്ങളുണ്ട്, പക്ഷേ ശാന്തത കൈവിടരുത്. ശാന്തത കൈവിടരുത്. കഴിഞ്ഞ ദിവസം ഒരു ഭാര്യ പറഞ്ഞതുപോലെ, അച്ഛാ, ഭർത്താവിൻ്റെ വാക്കുകൾ കേട്ടാലുണ്ടല്ലോ ചങ്ക് പടയുന്നത് പോലെയാ എൻ്റെ ഭർത്താവിൻ്റെ സംസാരം. കഴിഞ്ഞ 18 വർഷമായി ഞാൻ കേട്ടോണ്ടിരിക്കുക. ഒരു നല്ല വാക്ക് പറയത്തില്ല അച്ഛാ. വായിന്ന് വീഴുന്ന വാക്ക് കേൾക്കണം അച്ഛാ. ഈ ചങ്കി തുളച്ചു കയറും. അത്രമേൽ മുറിവേൽപ്പിക്കുന്ന ഭാഷ. എത്ര സ്നേഹം കൊടുത്താലും എൻ്റെ ഭർത്താവിൻ്റെ വായിൽ നിന്ന് വീഴുന്ന വാക്ക് അങ്ങനെയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അച്ഛാ, ചില സമയത്തുണ്ടല്ലോ അത് ഞാൻ ആ ഭക്ഷണത്തിൽ വിഷം കലക്കി കൊടുക്കാൻ എനിക്ക് തോന്നണേ. ഇത് എൻ്റെ വായിന്ന് വീഴുന്ന വാക്ക്. എന്തെല്ലാം നമ്മൾ കൊടുത്താലും ഉണ്ടല്ലോ, ആ വായിന്ന് വീഴുന്ന വാക്ക് മതിയച്ചാ, നശിപ്പിച്ചു കളയും. എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കും. അപ്പം ഭർത്താവിൻ്റെ വായിൽ നിന്നൊരു വാക്ക് വീഴും, തീർന്നു. എല്ലാം പിന്നെ എഴുന്നേറ്റ് പോകും. എല്ലാവരും എഴുന്നേറ്റ് പോകും. അച്ഛാ, എന്നാ ചെയ്യണേ? എന്നതാ ചെയ്യണേ? ആ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ വചനമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് ഇത് ഗുണകരമാണ്. എന്താണ്? ഞെരുക്കങ്ങൾ, ദൗർഭാഗ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ശാന്തത കൈവിടരുത്. ശാന്തത കൈവിടരുത്. അടുത്തിരിക്കുന്ന ആളോട് പറ, ശാന്തത കൈവിടരുത്. പറഞ്ഞു കൊടുത്തേ. ശാന്തത. നിനക്ക് തോന്നും തിരിച്ചൊരെണ്ണം പൊട്ടിക്കാൻ തോന്നും, പൊട്ടിക്കരുത്. തിരിച്ച് 4 എണ്ണം പറയാൻ തോന്നും, പറയരുത്. അപ്പൊ പിന്നെ നീ അവരും തമ്മിൽ എന്നാ വ്യത്യാസം? പല സ്വഭാവമാണ് അല്ലേ? കല്യാണം കഴിച്ചവരൊന്ന് കൈപൊക്കിക്കേ. കല്യാണം കഴിച്ചിട്ടില്ല ചേച്ചി? എനിക്കറിയാമല്ലോ ചേച്ചി കല്യാണം കഴിച്ചത്. കൈപൊക്കം അങ്ങോട്ട്. കല്യാണം കഴിച്ചവരെ ഓർത്തോണം. നിങ്ങളുടെ ജീവിത പങ്കാളി, ആ ജീവിത പങ്കാളിയുടെ സ്വഭാവം നിങ്ങൾ ആഗ്രഹിച്ചൊരു സ്വഭാവ രീതിയാണോ? എവിടെ? കല്യാണത്തിന് മുമ്പ് എന്തെല്ലാ സ്വപ്നങ്ങളായിരുന്നു. കല്യാണം കഴിച്ചപ്പോളോ ചിത്രം മാറിയെന്ന്. ഇത് വേറെ സ്വഭാവം. ചക്ക എന്ന് പറഞ്ഞാൽ മാങ്ങ എന്ന് മനസ്സിലാവും. ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും. എന്നതാ ചെയ്യണ്ടേ? പല സ്വഭാവം, പല രീതികൾ. പക്ഷെ ഓർത്തോണം, ശാന്തത കൈവിടരുത്. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ നീ ശാന്തത കൈവിടരുത്.
സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം നിന്റെ ഈ ശാന്തത കൊണ്ടാണ് ആ കുടുംബം നിലനിൽക്കുന്നതും. ചില ഞെരുക്കങ്ങൾ ഉണ്ടാവുന്ന നല്ലതാണെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലൂക്കാസ് വിശേഷം 15-ാം അധ്യായം. നമുക്ക് പരിചയമുള്ള ഒരാളുണ്ടല്ലോ, ധൂർത്തപുത്രൻ. അയാൾ എപ്പോഴാ മാനസാന്തരപ്പെട്ടെ? ലൂക്കാസ് വിശേഷം 15-ാം അധ്യായം ഒന്ന് വായിച്ചേ. നല്ലൊരു ഒന്നാന്തരം വചനമുണ്ട് കേട്ടോ. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 14-ാം തിരുവചനം ഒന്ന് വായിച്ചേ. 15-14. ലൂക്ക 15-14 കിട്ടിയോ? അവൻ എല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിന ക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ഞെരുക്കത്തിലായി. ഒരു ക്ഷാമമുണ്ടായി, ഒരു ഞെരുക്കമുണ്ടായി. ആ ഞെരുക്കമുണ്ടായത്, ആ ക്ഷാമമുണ്ടായത് അവന് നന്നായോ? അവന് നന്നായി. നിന്റെ വീട്ടിൽ ഇന്ന് ഏതെങ്കിലും വിഷയത്തിൽ ഒരു ക്ഷാമം, ഒരു ഞെരുക്കമുണ്ടോ? ഈ ഞെരുക്കം നിനക്കൊരു അനുഗ്രഹമായിട്ട് മാറും. വലതുകര ഉയർത്തി ഒച്ചത്തിൽ പറ ആമേൻ, ആമേൻ. നമ്മൾ അങ്ങനെ തന്നെ ഏറ്റെടുക്കണം, അങ്ങനെ തന്നെ വിശ്വസിക്കണം. എന്നെ ഇത് പഠിപ്പിച്ചത് ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ചേട്ടൻ, ഇദ്ദേഹത്തെ എനിക്ക് നല്ല പരിചയമാണ്. കഴിഞ്ഞ 7-8 വർഷങ്ങളായിട്ട് ഇയാൾ നല്ല പരിചയമാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ മദ്യപാന ശീലം കാരണം കുടുംബം മുഴുവൻ മടുത്തിരിക്കുന്ന കക്ഷിയാണ്. എന്ന് പറഞ്ഞ് ഇയാളെ ധ്യാന കേന്ദ്രങ്ങൾ, ട്രീറ്റ്മെൻറ്റുകൾ പലതും നടത്തി. ഇയാളുടെ പ്രത്യേകത എന്നാണെന്നറിയോ? നല്ല തങ്കപ്പെട്ട സ്വഭാവം, നല്ല തങ്കപ്പൻ. കുടിച്ചില്ലെങ്കിൽ, കുടിച്ചാൽ കയ്യിൽ നിന്ന് പോകും. കുടിച്ചാൽ പിന്നെ മണമടിച്ചാൽ പിന്നെ ഇയാളെ ഒന്നിനും കൊള്ളൂല. കാരണം അത്ര വൃത്തികെട്ട സ്വഭാവം. വൃത്തികെട്ടെന്ന് പറഞ്ഞാൽ വൃത്തികെട്ട സ്വഭാവം പല തരത്തിലാണ്. അയാൾ കിടന്നങ്ങോട്ട് മെഴുകാൻ തുടങ്ങും. പലതവണ നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ. വൃത്തികെട്ട സ്വഭാവം. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞിടയ്ക്ക് ഒരു കാര്യം സംഭവിച്ചു. ഒരു രോഗം, അൺഎക്സ്പെക്റ്റഡ്, പ്രതീക്ഷിച്ചിട്ടില്ല. അത്യാവശ്യം ആരോഗ്യമൊക്കെ ഉള്ള ആളാണ്. ഒരു രോഗം വന്ന് കിടപ്പിലായി. ഡോക്ടർ പറഞ്ഞു, ദേ ഇനി കുടിച്ചാൽ തീരും, ഇനി കുടിച്ചാൽ ഒന്നും നോക്കണ്ട, പെട്ടിയിലാക്കിക്കോ. ഇയാളുടെ അവസ്ഥ കഴിഞ്ഞ കുറേ നാളായി ദാരുണമാണ്. അപ്പോഴാണ് ഇദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞത്, അച്ഛാ എനിക്ക് ഈ രോഗം ഉണ്ടായി നന്നായി അച്ഛാ. എനിക്കിങ്ങനെ ഇപ്പം കിടന്നപ്പോഴാണ് എനിക്ക് വെളിവുണ്ടായത്. എന്തെല്ലാമാണച്ചാ ഞാൻ കാട്ടിക്കൂട്ടിയത്. ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, മക്കൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കാണിച്ചു തരും. എപ്പോഴാ? ഈ കുടിച്ചിട്ട് ബോധമില്ലാത്തപ്പോഴേ മക്കൾ വീഡിയോ എടുത്ത് വെച്ചിരിക്കുക. എനിക്ക് അയച്ചു തരും. ഇടയ്ക്ക് കണ്ടു കഴിയും പേടി വരും. ഞാൻ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ മോശപ്പെട്ട രീതി. എന്നാൽ ഇയാൾ ഇപ്പോഴെന്താ പറയണമെന്നറിയാം? അച്ഛാ ഈ രോഗം ഉണ്ടായി നന്നായി, ഈ കഷ്ടത, ഈ ഞെരുക്കമുണ്ടായി നന്നായി. കാരണം ഇപ്പോ എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി. ഈ കിടപ്പിലാണ് പല കാര്യങ്ങളും എനിക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കാസ് വിശേഷം 19-ാം അധ്യായം എന്ന് വായിച്ചേ. 19-ാം അധ്യായം 43-ാം തിരുവചനം. 19:43. ചിലർക്ക് ഒരു കാര്യം പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നതായിരിക്കും. അതായത് ഈ ഞെരുക്കം എന്ന് പറയുമ്പോൾ ചിലർക്ക് ഒരു വശത്തു നിന്നാണ്, എന്നാൽ എല്ലാ ഭാഗത്തു നിന്നും ഞെരുക്കം. ദേ വചനം ഒന്ന് വായിച്ചേ. ലൂക്ക 19:43 വായിച്ചോ. ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയമടിച്ച് നിന്നെ വളയുകയും എല്ലാ ഭാഗത്തു നിന്നും നിന്നെ ഞെരുക്കുകയും ചെയ്യും. എല്ലാ ഭാഗത്തു നിന്ന് നിന്നെ ഞെരുക്കുന്നു. എല്ലാ ഭാഗത്തു നിന്ന്. ഈ കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിൽ അംഗം പറഞ്ഞതുപോലെ, അച്ഛാ എല്ലാ ഭാഗത്തു നിന്നും ഞെരുക്കം, ഒരു വശത്തു നിന്നല്ല, എല്ലാ വശത്തു നിന്നും. ഈ പ്രശ്നം വരുമ്പോൾ, എന്നിട്ട് അദ്ദേഹം തമാശയ്ക്കാണെങ്കിലും പറഞ്ഞു, അച്ഛാ ഈ പ്രശ്നം വരുമ്പോൾ കന്യാസ്ത്രീമാർ വരുന്ന പോലെയാ. ഞാൻ ചോദിച്ചു, കന്യാസ്ത്രീമാർ വരുന്ന പോലെയോ? അതേ അച്ഛാ, അച്ഛൻ കണ്ടിട്ടില്ലേ ഈ സിസ്റ്റേഴ്സ് വീട്ടിലോട്ട് വരുന്ന ഒറ്റയ്ക്കല്ല വരുന്നത്, അവരൊരു 3-4 പേര് ഒരുമിച്ചേ വരുള്ളൂ എന്നുള്ള പോലെയാണ്. ഈ ദുരിതം വരുമ്പോൾ അച്ഛാ ഈ സിസ്റ്റേഴ്സ് വരുന്ന പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പൊന്നച്ച എല്ലാ വശത്തു നിന്നും. ഒരു പ്രശ്നം മാത്രമാണ് കൈകാര്യം ചെയ്യാം. ഇത് 4 വശത്തു നിന്നും പ്രശ്നം, 4 വശത്തു നിന്നും പ്രശ്നം. 19 വയസ്സുള്ള ചെറുക്കൻ, ഇങ്ങോട്ട് നോക്കിക്കേ, 19 വയസ്സുള്ള ചെറുക്കൻ, മൊബൈൽ അഡിക്ഷൻ. നിസാരപ്പെട്ട കാര്യമൊന്നുമല്ല. ഇവന്റെ പ്രത്യേകത എന്നറിയോ? ഇവൻ വയലന്റ് ആവും. ഇവന്റെ കയ്യിൽ നിന്ന് ആ മൊബൈൽ എങ്ങാനും ചോദിച്ചാൽ വയലന്റ് ആവും. ഇവന്റെ മൊബൈൽ ചാർജ് ചെയ്യുന്ന ചാർജർ
കാണാതെ പോയതിൻ്റെ പേരിൽ അവൻ്റെ വീട്ടിലുണ്ടാക്കിയ പൊല്ലാപ്പ്, അത്രമേൽ പ്രശ്നം. ഇവൻ്റെ അമ്മ എന്നോട് പറയാം, അച്ഛാ പേടിച്ച കഴിയണം അച്ഛാ. അതെന്താ അങ്ങനെ പേടിക്കാൻ കാരണം? അച്ഛാ ഇപ്പം അവൻ ശാരീരികമായും ഉപദ്രവിക്കാൻ തുടങ്ങി. 19 വയസ്സ്, എന്നേക്കാളും വണ്ണവും പൊക്കമൊക്കെയായി. എന്നെ അങ്ങ് മർദ്ദിക്കും അച്ഛാ, പറയാൻ പറ്റത്തില്ല. എന്തൊരു വിഷമാണെന്നറിയോ? അവൻ്റെ മൊബൈൽ 24 മണിക്കൂർ രാത്രിയിലൊക്കെ അച്ഛാ കിടക്കുമ്പോൾ മുറിയിലോട്ട് ഇങ്ങനെ എരച്ചങ്ങോട്ട് വരും. എന്നിട്ട് വന്നിട്ട് കാട്ടായം, ബഹളം, അസ്വസ്ഥത. അച്ഛാ എന്നതാ ചെയ്യണേ? ഇങ്ങോട്ട് നോക്കിക്കേ. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നടത്തപ്പെടുന്ന ഞെരുക്കങ്ങൾ എല്ലാ വശത്തു നിന്നും, ഒരു വശത്തു നിന്നാണെങ്കിൽ നമുക്ക് നേരിടാം. ഇത് 4 വശത്തു നിന്ന് ഞെരുക്കാന്ന് വചനം പഠിപ്പിക്കുന്നു. എല്ലാ ഭാഗത്തു നിന്ന് നിന്നെ ഞെരുക്കുന്ന ദിവസങ്ങളുണ്ടെന്ന്. വീണ്ടും ഒരു വചനം കൂടെ വായിച്ച്, എസെക്കിയേലിന്റെ പ്രവചനം 36-ാം അധ്യായം 3-ാം തിരുവചനം. ബുക്ക് ഓഫ് എസെക്കിയേൽ ചാപ്റ്റർ 36 വേഴ്സ് 3. എല്ലാ വശത്തു നിന്നും നിനക്ക് ഞെരുക്കം, നിനക്ക് ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങൾ, സാമ്പത്തിക ഞെരുക്കം, രോഗം, ബന്ധ തകർച്ച, വിചാരിക്കുന്ന പോലെ നടക്കുന്നില്ല. 4 വശത്തു നിന്നും ഭാരം. എസെക്കിയേലിന്റെ പ്രവചനം 36-ാം അധ്യായം 3-ാം തിരുവചനം. കിട്ടിയോ? ഒന്ന് വായിച്ചേ. അത് തന്നെ വായിച്ചോ. അതുകൊണ്ട് നീ പ്രവചിക്കുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എല്ലാ വശത്തുനിന്നും ഞെരുക്കി. കണ്ടോ, എല്ലാ വശത്തുനിന്നും ഞെരുക്കി. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. എല്ലാ വശത്തുനിന്നും ഞെരുക്കം. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇങ്ങോട്ട് നോക്കിക്കേ. ഇവിടെയാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പഠിക്കേണ്ടത്. നിനക്കിങ്ങനെ ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ നീ ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്താണെന്നറിയാവോ? ഈ ഞെരുക്കങ്ങൾ ഇതുവഴി ദൈവം പ്രവർത്തിക്കുന്നുവെന്ന് നീ അറിഞ്ഞിരിക്കണം. ദൈവം അറിയാതെ നിനക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകുന്നില്ല. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ. അല്പം കൂടെ ഉച്ചത്തിൽ പറ ആമേൻ, ആമേൻ, ആമേൻ. സങ്കീർത്തനം 107 വചനം 28. സങ്കീർത്തനം 107, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 107 വേഴ്സ് 28. സങ്കീർത്തനം 107 വചനം 28. നല്ല ഒന്നാന്തരം വചനമാണ് കേട്ടോ. ഈ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവർ എന്തു ചെയ്യണം എന്ന് ചോദിച്ചാൽ ഈ വചനങ്ങൾ പഠിച്ചോളൂ. ചില കാര്യങ്ങൾ പ്രാവർത്തികമാക്കേണ്ടതാണ്, പ്രാക്ടീസ് ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. സങ്കീർത്തനം 107 വചനം 28. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. കണ്ടോ, ശ്രദ്ധിച്ചേ. നിന്റെ ഞെരുക്കത്തെ ഓർത്തുകൊണ്ട് നീ വിഷമിച്ചോണ്ടിരിക്കാനല്ല. അയ്യോ എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണല്ലോ എന്നും പറഞ്ഞ് രാവിലെ മുതൽ നീ ഇങ്ങനെ പ്രാഗി വിഷമിച്ച് കുറ്റം പറഞ്ഞ് പിറുപിറുത്തിരിക്കാനല്ല. എൻ്റെ മകൻ ഇങ്ങനെയാണല്ലോ, അയ്യോ എൻ്റെ ജീവിതം ഇങ്ങനെയാണല്ലോ, ഇങ്ങനെ ഇരിക്കാനല്ല. മറിച്ച് എന്ത് ചെയ്യണം? വചനം പഠിപ്പിക്കുന്നത് തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. ഡെലിവറൻസ്, വിടുതൽ. നിന്നെ കെട്ടഴിക്കുമെന്ന്. നീ അനുഭവിക്കുന്ന ഈ ഞെരുക്കത്തിൽ കർത്താവ് നിന്റെ കെട്ടഴിക്കും. ഹല്ലേലൂയാ. ഒറ്റ വചനം കൂടെ പഠിച്ചേ. സങ്കീർത്തനം തന്നെ 107 അതിന്റെ 19-ാം തിരുവചനം വായിച്ചേ. 19-ാം തിരുവചനം ചാപ്റ്റർ 107 വേഴ്സ് 19. 19-ാം തിരുവചനം. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. വിടുവിക്കുക മാത്രമല്ല, നിന്റെ ഞെരുക്കത്തില് കൃത്യമായി ഒരു രക്ഷ, ഒരു വഴി ദൈവം നിനക്ക് തുറന്നു തരും. ആമേൻ, ആമേൻ, ആമേൻ. ഇത് ഏറ്റെടുത്തോണം, ഇത് വിശ്വസിച്ചോണം. നിന്റെ ഞെരുക്കം, ഈ സഹനം, ഈ ഭാരം ഇതെന്തിനാണെന്ന് വചനം ചോദിച്ചാൽ കൃത്യമായ ഉത്തരം പഠിപ്പിക്കുന്നത് ഇത് നീ തമ്പുരാന്റെ മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ, നിന്റെ പ്രാർത്ഥന വഴി, നിന്റെ ഞെരുക്കം വഴി അനേകർ രക്ഷപ്പെടാനും വിടുതൽ പ്രാപിക്കാനുമുള്ളതാണ്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം അതാണ്. അതായത് നമ്മുടെ ഞെരുക്കത്തിൽ എന്ത് ചെയ്തോണം? നമ്മുടെ ഈ ഞെരുക്കത്തില് തമ്പുരാനെ വിളിച്ച് പ്രാർത്ഥിച്ചോണം. വേറെ മാർഗമൊന്നുമില്ല. ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? ഒന്ന് വായിച്ചേ. അത് നമ്മളെ പഠിപ്പിക്കുന്നത് യാക്കോബ് ശ്ലീഹായാണ്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 27-ാം തിരുവചനം. ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 27. ഞെരുക്കത്തിൽ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് യാക്കോബ് ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. യാക്കോബ് ശ്ലീഹ 1-ാം അധ്യായം അതിന്റെ 27-ാം തിരുവചനം 27. പിതാവായ ദൈവത്തിന്റെ മുൻപിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്. ഏതാണ്? വായിച്ചോ, കേട്ടോ. അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക. ഇങ്ങോട്ട് നോക്കിക്കേ. ഞെരുക്കങ്ങളിൽ, മറ്റുള്ളവരുടെ ഞെരുക്കങ്ങളിൽ നീ അവരെ സഹായിക്കണം. ആമേൻ. അടുത്തിരിക്കുന്നവർക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, മറ്റുള്ളവരുടെ ഞെരുക്കത്തിൽ അവരെ സഹായിക്കണം. പറഞ്ഞു കൊടുത്തേ. അതായത് ഞാൻ ഞെരുങ്ങുന്നു, എനിക്കിങ്ങനെ പ്രശ്നമുണ്ട്, അയ്യോ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാനല്ല. നീ കണ്ണു തുറന്ന് നോക്കുമ്പോൾ മറ്റുള്ളവർ ഞെരുങ്ങുന്നത്, വിഷമിക്കുന്നത് നീ കാണുമ്പോൾ അവരെ സഹായിക്കണം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 14-ാം തിരുവചനത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് വായിച്ചേ. ഫിലിപ്പി 4:14. സെന്റ് പോൾസ് ലെറ്റർ ടു ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 14. 14-ാം തിരുവചനം. എങ്കിലും എന്റെ ഞെരുക്കങ്ങളിൽ സൗമ്യനസ്യത്തോടെ നിങ്ങൾ പങ്കുചേർന്നു. കണ്ടോ? എങ്കിലും എന്റെ ഞെരുക്കത്തിൽ സൗമ്യനസ്സനത്തോടെ സൗമ്യമായി നിങ്ങളും പങ്കുചേർന്നു. സ്വർഗ്ഗത്തിൽ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പൗലോസ്ലീഹ ഓർക്കാൻ കാരണം എന്താ? നിന്റെ ജീവിതത്തിൽ നീ ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ, കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ മറ്റുള്ളവരുടെ സഹനത്തെക്കുറിച്ചും ഞെരുക്കത്തെക്കുറിച്ചും അറിയുകയും അവരുടെ കാര്യത്തിൽ ഇടപെടുകയും വേണം. അവരെ സഹായിക്കണം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, എങ്കിലും എൻ്റെ ഞെരുക്കങ്ങളിൽ സൗമ്യനസ്സത്തോടെ നിങ്ങൾ പങ്കുചേർന്നു. കണ്ടോ? നിങ്ങൾ പങ്കുചേർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും ഏറ്റെടുക്കേണ്ട കാര്യം, ഈ ആഘോഷത്തിന്റെ നാളുകളിൽ പലതരത്തിലുള്ള ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. പുറത്തു പറയാൻ പറ്റാത്തവണ്ണം അത്രമേൽ മാനസിക ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ശ്രദ്ധിച്ചോണേ, നിന്റെ ഞെരുക്കത്തിലൂടെ കർത്താവ് ചില കാര്യങ്ങൾ നിന്നെ പഠിപ്പിക്കുകയാണ്. സങ്കീർത്തകൻ പഠിപ്പിക്കുന്ന ഈ വചനം ഒന്ന് ശ്രദ്ധിച്ചേ. സങ്കീർത്തനം 4-ാം അധ്യായം 1-ാം തിരുവചനം. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 4 വേഴ്സ് 1. സങ്കീർത്തനം 4-ാം അധ്യായം 1-ാം തിരുവചനം. സങ്കീർത്തകൻ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. ആ വചനം ഒന്ന് ശ്രദ്ധിച്ചേ. എനിക്ക് നീതി നടത്തി തരുന്ന ദൈവമേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. യെസ്. ഞെരുക്കത്തിൽ എനിക്ക് അങ്ങ് അഭയമരുളി. കാരുണ്യപൂർവം എന്റെ പ്രാർത്ഥന കേൾക്കണമേ. കണ്ടോ? ഞെരുക്കങ്ങളിൽ എനിക്കങ്ങ് അഭയമരുളി. ഇവിടെ ഇരിക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ചിലരുടെ ഉള്ളിലുള്ള വലിയ സങ്കടം അതാണ്. എൻ്റെ ഞെരുക്കം ആർക്ക് മനസ്സിലാകും? ആരെന്നെ സഹായിക്കും? ആരെൻ്റെ കൂടെ നിൽക്കും? ആരുണ്ട്? വചനം പഠിപ്പിക്കുന്നു, നീ കടന്നു പോകുന്ന ഞെരുക്കത്തിൽ ദൈവം നിന്റെ കൂടെ നിൽക്കും. ഈ ദിവസങ്ങളിൽ വായിച്ച് പ്രാർത്ഥിക്കേണ്ട സങ്കീർത്തനം 121. സങ്കീർത്തനം 121. ഏതാ സങ്കീർത്തനം? പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. പഠിച്ചോണം. ഈ ദിവസങ്ങളിൽ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവര് പഠിക്കേണ്ട, വായിക്കേണ്ട വചനഭാഗം. എല്ലാ ദിവസവും സങ്കീർത്തനം 121, വെറും 8 വചനങ്ങൾ മാത്രമുള്ള സങ്കീർത്തനം 121. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 121. ശാന്തമായിട്ടിരുന്ന് വായിക്കണം. നിന്റെ ജീവിതത്തിലെ ഞെരുക്കത്തിൽ ആര് നിന്നെ സഹായിക്കും? സർവശക്തനായ ദൈവം നിന്നെ സഹായിക്കും. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ. ഈ ഞെരുക്കം അതൊരു അനുഗ്രഹമാണ്. വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചു പഠിച്ചതുപോലെ, കുഞ്ഞാടിന്റെ രക്തത്തിൽ കഴുകപ്പെട്ടവർ
നിന്റെ ഞെരുക്കങ്ങൾ അത് സ്വർഗം സമ്മാനിക്കുന്നതാണ്. സ്വർഗം നിനക്ക് നേടിത്തരുന്നതാണ്. ഈ ഞെരുക്കം ഒരിക്കലും ഒരവസാനമല്ല, ഭാരമല്ല. ഈ ഞെരുക്കത്തെ ഒരു അനുഗ്രഹമാക്കി മാറ്റാം. ചാടി എഴുന്നേറ്റ് നിന്നേ, ഇരിക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് നിവർത്തി ഉയർത്തിപ്പിടിച്ച്, നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ച്. രോഗികളായിട്ടുള്ളവരുണ്ട്. നിനക്ക് ഈ ദിവസങ്ങളിൽ ഉണ്ടായ രോഗങ്ങളിൽ ഭാരപ്പെടുന്ന വ്യക്തിയാണോ? ആശുപത്രികളിൽ ഒരുപക്ഷെ കിടപ്പ് രോഗിയായിരിക്കും, വീടുകൾ നീ കിടപ്പ് രോഗിയായിരിക്കും, മാനസിക ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാവും. ഒരുപക്ഷെ വിചാരിക്കാത്ത തരത്തിൽ ചില വ്യക്തികൾ പറഞ്ഞ ചില കാര്യങ്ങളിൽ ഞെരുങ്ങുന്ന വ്യക്തിയാവും. ജീവിതം മുന്നോട്ട് നീങ്ങുന്നില്ല എന്ന് ഭാരപ്പെടുന്നുണ്ടാവും. ഒരുപക്ഷെ അപ്രതീക്ഷിതമായ സാമ്പത്തിക തകർച്ച അനുഭവിക്കുന്ന വ്യക്തിയാവും. സാമ്പത്തിക തകർച്ച ആരെങ്കിലും പറ്റിച്ചു, അപ്രകാരം സങ്കടത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാവും. പുറത്തു പറയാൻ പറ്റാത്തവണ്ണം അത്രമേൽ വിഷമമുണ്ടാകും. ആരെങ്കിലും സാമ്പത്തികമായി സഹായിച്ചിട്ട് നമ്മുടെ ആവശ്യത്തിന് തിരിച്ചു കിട്ടാത്തതിന് വിഷമമുണ്ടാകും. മക്കളെ ഓർത്ത് കരയുന്നവരുണ്ടാകും. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഏതു ഞെരുക്കമാണെങ്കിലും നീ വിശ്വസിക്കുക, ഈ ഞെരുക്കത്തിൽ എൻ്റെ ദൈവം ഇടപെടുന്നു. ഞാൻ ഈ ഞെരുക്കത്തിൽ എൻ്റെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കും. എൻ്റെ കർത്താവ് എനിക്ക് അഭയം നൽകും. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, ഓ കർത്താവേ, എൻ്റെ ഈ ഞെരുക്കത്തെ അനുഗ്രഹമാക്കി മാറ്റണമേ. ഓരോരുത്തരുടെയും സങ്കടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്ക്. ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ ഭാരത്തെ ഈശോയ്ക്ക് കൊടുക്ക്. ഈ ഭൂമിയിൽ നിന്റെ ഞെരുക്കം അറിയുന്ന ഒരുവനെയുള്ളൂ. സർവശക്തനായ ദൈവം കൂട്ടുകാരുടെ കൂടെ നടന്ന് അവരുടെ സഹതാപം പിടിച്ചു പറ്റാൻ നീ കഷ്ടപ്പെടേണ്ട. വീട്ടുകാരുടെ മുമ്പിൽ കരഞ്ഞ് നീ നിന്റെ ജീവിതത്തിൽ അവരുടെ ഒരു ആശ്വാസം കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. നിനക്ക് ആശ്വാസം കിട്ടുന്നത്, നിന്റെ ജീവിതത്തിന് പ്രശ്നത്തിന് ഉത്തരം ലഭിക്കുന്നത് സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിലാണ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിന്റെ നീറുന്ന പ്രശ്നങ്ങളെല്ലാം കൊടുത്ത് യേശുവേ എന്നൊന്ന് വിളിച്ച്, സ്വരമുയർത്തി വിളിച്ച്, ദാഹത്തോടെ വിളിച്ച് എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. യേശുവേ എന്ന് വിളിക്കട്ടെ. ഓ കർത്താവേ, ഇപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിലേക്ക് അത്ഭുതകരമായൊരു ദൈവശക്തി വെളിപ്പെടട്ടെ. അത്ഭുതകരമായൊരു ദൈവശക്തി വെളിപ്പെടട്ടെ. ഈ ഞെരുക്കം ഒരു അനുഗ്രഹമായിട്ട് മാറട്ടെ. ഈ ഭാരം ഒരു അനുഗ്രഹമായിട്ട് മാറട്ടെ. നിന്റെ നീറുന്ന പ്രശ്നങ്ങൾക്ക് കർത്താവ് ഇടപെടുന്നു. ശാന്തത കൈവിടാതിരിക്കാൻ, വലിയ ആശ്വാസത്തോടെ ഈ പ്രശ്നത്തെ നേരിടാൻ കർത്താവ് നിനക്ക് ബലം നൽകുന്നു. ആരെ കുറ്റപ്പെടുത്തണ്ട, ആരെ കളിയാക്കണ്ട, ആരെ അപമാനിക്കണ്ട. നിന്റെ വിഷമത്തെ, നിന്റെ ഞെരുക്കത്തെ കരങ്ങൾ ഉയർത്തി യേശുവേ വിളിക്കട്ടെ, 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 വിളിക്കട്ടെ. വിശ്വസിക്കുന്നു. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ആരാധന കർത്താവേ. കയ്യടിച്ചേ, നന്നായിട്ട് കയ്യടിച്ചേ, ശക്തിയോടെ കയ്യടിച്ചേ. നിന്റെ ഞെരുക്കത്തെ സമർപ്പിച്ച് കയ്യടിച്ചോ. ശാരീരിക രോഗങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ആ രോഗങ്ങളെ സമർപ്പിച്ച് കയ്യടിക്കട്ടെ. നിന്റെ കണ്ണുനീരിനെ സമർപ്പിച്ച് കയ്യടിക്കട്ടെ. നിന്റെ ദുഃഖത്തെ സമർപ്പിച്ച് കയ്യടിക്കട്ടെ. മറ്റുള്ളവരിൽ നിനക്കുണ്ടായ അപമാനത്തെ ഓർത്ത് കയ്യടിക്കട്ടെ. നിന്റെ ഉറക്കം നഷ്ടപ്പെട്ട രാത്രികാലങ്ങളെ ഓർത്ത് കയ്യടിക്കട്ടെ. നീ ഇന്ന് കടന്നു പോകുന്ന ഞെരുക്കം ഇതൊരു അനുഗ്രഹമായിട്ട് മാറുന്നു. വിശ്വസിച്ച് കയ്യടിക്കട്ടെ. യേശുവേ, ആമേൻ, ആമേൻ. തോൽവികളിൽ യേശുവേ വിജയമുണ്ട്. യേശുവേ, കൈകൾ ഉയർത്തി കൈയടിച്ച് ഏറ്റെടുക്കുന്നു. സംഭവിക്കട്ടെ. ഓ ദൈവമേ, ഓ ദൈവമേ, യെസ്, ഏറ്റെടുക്കുന്നു കർത്താവേ. ഓ ദൈവമേ, ഓരോ വ്യക്തികളിലും ഈ അനുഗ്രഹം സംഭവിക്കപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്ത് മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകം വ്യക്തികളിലേക്ക് ചെറിയപ്പെടട്ടെ. എല്ലാ നിരാശയും ദുഃഖവും എല്ലാ ഭാരവും കർത്താവ് എടുത്ത് മാറ്റട്ടെ. ഒരു പുത്തൻ അഭിഷേകം ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധന. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ഈശോയെ എന്ന് വിളിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളും അത്ഭുതകരമായിട്ട് നിറയട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ ഞെരുക്കം ഒരു അനുഗ്രഹമായിട്ട് മാറട്ടെ. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ആരാധന കർത്താവേ.